എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഇന്ത്യ യുവത്വത്തെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ കഥയാണ്. രാമേശ്വരത്തെ തെരുവുകളിൽ പത്രം വിറ്റു നടന്ന ബാലൻ ഇന്ത്യയുടെ പ്രഥമ പൗരനായി മാറിയ കഥ. രാമേശ്വരത്ത് വളരെ പാവപ്പെട്ട വീട്ടിലാണ് അദ്ദേഹം ജനിച്ചത്. പഠിക്കണമെന്ന ഒറ്റൊരാഗ്രഹമേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഉപ്പയ്ക്ക് അതിനുള്ള സൗകര്യമില്ലായിരുന്നു. എന്നാലും ഉപ്പ അടുത്ത ഗ്രാമത്തിലെ സ്കൂളിൽ ചേർത്തു. സ്കൂളിലെ ഫീസ് അബ്ദുൽ കലാം തന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പത്രം വിറ്റാണ് കൊടുത്തിരുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്കൂൾ പഠനം പൂർത്തിയായി. അതിനുശേഷം ഫിസിക്സിൽ ബിരുദം നേടി പൈലറ്റ് ആകണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അതുകൊണ്ട് എയറോസ്പേസ് എഞ്ചിനീയറിംഗിന് ചേർന്നു. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇന്ത്യൻ എയർഫോഴ്സ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അതിൽ 9ാമത്തെ സ്ഥാനം അദ്ദേഹത്തിന് ലഭിച്ചു. എന്നാൽ അവർക്ക് വേണ്ടത് 8 പേരായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പൈലറ്റ് ആകണമെന്ന ആഗ്രഹത്തിന് തിരശ്ശീല വീണു. എന്നാൽ അദ്ദേഹം അവിടെയും തളർന്നില്ല. ഇന്ത്യൻ ഡിഫൻസിൽ അസിസ്റ്റന്റ് സയൻറ്റിസ്റ്റായി അദ്ദേഹം ജോയിൻ ചെയ്തു. അവിടെ വെച്ച് അദ്ദേഹത്തിന് കുറേ പരാജയങ്ങൾ നേരിടേണ്ടി വന്നു. അദ്ദേഹം ചെയ്ത പല പ്രൊജക്റ്റുകളും ഗവൺമെൻറ് അംഗീകരിച്ചില്ല. എന്നാൽ അദ്ദേഹം അവിടെയും തളർന്നില്ല. ഇന്ത്യൻ ISROയിൽ ജോയിൻ ചെയ്തു. അവിടെ വെച്ച് ഇന്ത്യയുടെ ആദ്യത്തെ സെൽവി-3 എന്ന സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ വിജയിപ്പിച്ചു. അങ്ങനെ അദ്ദേഹം ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെട്ടു. കഴിഞ്ഞുപോയ ചിറകുകൾക്ക് പകരം നമുക്ക് പ്രതീക്ഷയുടെ അഗ്നിച്ചിറകുകൾ മുളച്ചു വരും. കൂട്ടുകാരെ, നമ്മൾ ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നം. നമുക്കും സ്വപ്നം കാണാം. നമുക്കും പ്രതീക്ഷയുടെ അഗ്നിച്ചിറകുകൾ മുളച്ചു വരാൻ കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.